ഞാനും പിന്നെ ഗൾഫിൽ പോയിരുന്നപ്പം അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റി, യൂസഫ് അലി ചേച്ചി അതെ അതെ. അപ്പോൾ ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ കാണണം എന്നുള്ളത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ എല്ലാ ജാതിയും മതവും എന്നൊക്കെ പറഞ്ഞതിൽ ഒന്നാണ്, അത് ഇന്ന വ്യത്യാസമൊന്നും അതെ. അപ്പോൾ അത് ഒരുപാട് പേരെ സഹായിക്കുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ ദൈവമേ, ഇപ്പം ഒരു സ്ഥലത്തിങ്ങനെ ഒരു ലുലു മാൾ ഉദ്ഘാടനം ചെയ്യുന്നു, അവിടെ അപ്പോൾ ഞാൻ കാത്തു വന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എന്നെയൊക്കെ അറിയായിരിക്കുമോ, അതൊരു ടെൻഷൻ എനിക്ക്. അപ്പം ഇങ്ങനെ ഒരാൾ ഒന്ന് പരിചയപ്പെടുത്തി ഇങ്ങനെ, അയ്യോ എനിക്കിവരെ അറിയാം. എന്നിട്ട് ആ അറബികളോടൊക്കെ അദ്ദേഹം പറയുക ഒരു വലിയ ഗ്രേറ്റ് ആർട്ടിസ്റ്റാണോ മറ്റേ. എന്നിട്ട് പെട്ടെന്ന് ഒരു പിന്നെ മൊബൈൽ എടുത്തു, അതൊക്കെ ഒളിപ്പിച്ച് കൊണ്ട് തന്നു. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എന്നിട്ട് എന്നോട് പറഞ്ഞു കാപ്പി കുടിച്ചിട്ടേ പോകാവൂ, ആ ഇന്ന സ്ഥലത്തുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നോക്കുന്നു കാപ്പി കഴിച്ചോ എന്ന്. പിന്നെ അദ്ദേഹം ഭയങ്കര അതാണ് ഇത്രയും ശ്രദ്ധ, അതെ, കരുതല്, അതൊന്നും ഒരു മനുഷ്യൻ സാധ്യമല്ല. സത്യം. എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് നമ്മളോടൊക്കെ ഇത്രയധികം പറയേണ്ട ഒരു കാര്യമില്ല. എത്രയോ വലിയ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട. അതല്ലേ നമുക്ക് ഒരു ചെറിയ സാഹചര്യം, ഒരു പഞ്ചായത്ത് മെമ്പറായാൽ മതിയല്ലോ ഒരു മനുഷ്യൻ്റെ സ്വഭാവം കാണാനായിട്ട്. അപ്പം 10,000 എത്ര 70,000 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു മനുഷ്യൻ, അത് ഇത്ര ലാളിത്യമാകുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കണ്ടുപഠിച്ചാൽ മാത്രം മതി ഒരു മനുഷ്യൻ എങ്ങനെയാണോ. സത്യമാണ്. അല്ലേ സാറിന് അതുപോലെ രാത്രി പെട്ടെന്ന് ഉറക്കം വരുമോ? ഉറക്കം വരും. ഓ, അത് തന്നെ വലിയ ഭാഗ്യം. ചേച്ചി, എനിക്ക് ഞാൻ 1 മണിക്കേ ഉറങ്ങത്തുള്ളൂ. അത് ഉറക്കം പിടിച്ചിരുന്നു ഞാൻ രാത്രിയിലാണ് എൻ്റെ ഓഫീസ് വർക്കുകളെ മറ്റു കാര്യങ്ങൾ അടുത്ത ദിവസത്തേക്ക് ചെയ്യേണ്ടത്, കത്തെഴുതേണ്ടത് എല്ലാം രാത്രിയിലാണ്. അത് ഉറക്കം പിടിച്ചെങ്കിൽ പിന്നെ കിടന്നു കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങും. അതുപോലെ പകലും എനിക്ക് ഭയങ്കരമായ ടെൻഷനൊക്കെ അടിച്ചാൽ പിന്നെ ചില അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട് എന്നെ ആരും വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് ഉറങ്ങും. അതെനിക്കൊരു അതൊരു അത്ഭുതമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അല്ല, നമുക്കൊക്കെ ഒരു ചെറിയ നിസാര കാര്യത്തിന് വേണ്ടിയിട്ട് ഉറക്കം വരത്തില്ല, അത് ചിന്തിച്ചിട്ട് കിടക്കും. എനിക്ക് ഈ ചെറിയ സമയത്തൊക്കെ ചെറിയ പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇതെല്ലാം എന്നെ ഈ സമൂഹം പരിപ്പെടുത്തിയെടുത്തതാണ്. 150ഓളം പരാതികൾ എൻ്റെ പേര്, പെറ്റീഷൻസ്. എന്തിനത്? പിരിവ് കൊടുത്തില്ല. പിരിവ് വലിയ പ്രശ്നമാണ് കേട്ടോ. ചിലരുടെ മുമ്പിൽ തല കുനിച്ചില്ല. ഒരു പോലീസ് ഓഫീസർ ചാർജ് എടുത്തപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോയില്ല. ചില ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ അവരെ തൊഴുതില്ല. അത് ശരി. പിന്നെ ഇവിടെ ഈ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ വളരെ ചുറ്റുപാടുമൊക്കെ ആദ്യം പ്രശ്നം ഉണ്ടായിരുന്നു. പാവങ്ങളെയൊക്കെ പിടിച്ച് ചില ആളുകൾ ഇവിടെ സമരമൊക്കെ ഉണ്ടായില്ല, ഒരുപാട് സമരങ്ങളും. എന്തോന്നിനത് ചുമ്മാ ഉണ്ടായി. യൂസഫ് അലി സാർ കെട്ടിടം വെച്ച് തുടങ്ങിയപ്പം ഇവിടെ ചില ആളുകൾ പ്രചരിപ്പിച്ചു ഒരു വലിയ കെട്ടിടം വന്നാൽ കല്ലടയാറിൻ്റെ തീരത്താണ്, മറ്റു വീടുകളെല്ലാം ഇടിഞ്ഞു താഴുന്നു. അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായി. 150 പരാതികൾ, പിന്നെ കേസുകൾ, പെറ്റീഷനുകൾ. പിന്നെ ഇതെല്ലാം എനിക്കൊരു ഗുണമുണ്ടായി എന്ന് പറയുന്നത്, ഈ 500ഉം 1000ഉം പേര് ഒപ്പിട്ട് അയക്കുന്നത് ഒരാൾ തന്നെ ഈ ഒപ്പിടുന്നതല്ല. അത് വരുന്നുണ്ടേ ഈ വിജിലൻസും മുഖ്യമന്ത്രിക്കും ഒക്കെ ചെല്ലുന്നത് ഇതെടുത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ചീഫുകൾക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ചീഫായിരിക്കും വരുന്നത്. എൻ്റെ ഇവിടെ ആദ്യത്തെ ഇൻസ്പെക്ഷൻ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഡയറക്ടറാണ് വന്നത്. സാധാരണ നിലയിലാണെങ്കിൽ ജില്ലയിലെ ഒരു ഓഫീസർ വന്ന് അന്വേഷിച്ചാൽ മതി, പക്ഷേ ഡയറക്ടറാണ് വന്നത്. അപ്പോൾ ഡയറക്ടർ വന്ന് എന്നോട് ഭയങ്കര സ്നേഹമായി. അന്ന് എനിക്കിവിടെ 10-60 ആളേ ഉള്ളൂ, പക്ഷെ വളരെ നീറ്റായിട്ട് വളരെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുന്നൊരവസ്ഥയാണ്. അന്നാണ് അദ്ദേഹം എനിക്ക് ഒരു പ്രസ്ഥാനം എങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ പുള്ളി എന്നെ പഠിപ്പിച്ചു. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വന്ന് എനിക്ക് ഇന്ത്യൻ പ്രസിഡൻറ്റിന് ഒരു പരാതി തന്നെ എനിക്കെതിരെ അയച്ചു. അത് 2019. ഇവിടെ ഉള്ളവർ തന്നെ, ഇവിടെ പുറത്ത് ഇന്ത്യൻ പ്രസിഡന്റ് പരാതി അയച്ച് അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഇന്ത്യൻ പ്രസിഡന്റിന് പ്രത്യേക വിജിലൻസ് ഉണ്ട്. എന്നാൽ ഞാൻ അങ്ങനെയൊക്കെ അറിയുന്നത്. അവരിവിടെ വന്നു, ഇവിടെ എല്ലാം പരിശോധിച്ചു, രേഖകൾ പരിശോധിച്ചു, ഒരു പേര് പോലും പറയത്തില്ല. പരിശോധനയെല്ലാം കഴിഞ്ഞപ്പോൾ പേരൊക്കെ പറഞ്ഞ് ആദ്യം ചായ എടുത്തത് കുടിച്ചില്ല, പിന്നെ പോകാൻ നേരത്ത് അവർ ഭക്ഷണവും കഴിച്ചാൽ പോയത്. അപ്പം നമുക്ക് മനസ്സിലായി ഇവർ സംതൃപ്തരാണെന്ന്. അത് കഴിഞ്ഞപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഡൽഹിയിൽ നിന്നൊരു അറിയിപ്പ് കിട്ടി,
നിങ്ങളുടെ സ്ഥാപനത്തെ പറ്റി ഷൂട്ട് ചെയ്യാനൊരു ടീം വരുന്നു, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. വന്നു ഷൂട്ട് ചെയ്ത് പോയി. പിന്നെ ഒരു മാസം കഴിയുമ്പോൾ ചീഫ് സെക്രട്ടറിക്ക് കത്ത് വരിക, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനമായിട്ട് ഗാന്ധി ഭവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ ബഹുമതി സ്വീകരിക്കാൻ ഗാന്ധി ഭവൻ സന്നദ്ധമാണോ എന്ന് ചീഫ് സെക്രട്ടറി അറിയിക്കണം. ഓ അല്ല, ഇപ്പം അങ്ങനെ ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല. എന്നിട്ട് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അടുത്ത് പോയിട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനത്തിനുള്ള അവാർഡ് ദക്ഷിണേന്ത്യയിൽ നമുക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ, ഇതുവരെയും ലഭിച്ചിട്ടില്ല. പ്രസിഡന്റിൻ്റെ ഗസ്റ്റായിട്ട് 3 ദിവസം അവിടെ താമസിച്ചു. അവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടലിൽ താമസിച്ചു. നമുക്കവിടെ സഞ്ചരിക്കാൻ വാഹനം തന്നു. പ്രസിഡന്റിനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടി. അപ്പം അതിനകത്തൊരു പാഠമുണ്ട്. നമ്മൾ സത്യമായി നിന്നാൽ എല്ലാം കറക്റ്റാണെങ്കിൽ നമ്മളെ ആർക്കും പരാജയപ്പെട്ടിട്ടില്ല. ശരിയാ. അങ്ങനെ ഒത്തിരി അനുഭവമുണ്ട്. അത് പിന്നെ ഇവിടെ സമരം ഉണ്ടായിരുന്നു, വണ്ടി തടയലും. എനിക്കെതിരെ ഒരു ബോർഡ് ഇവിടെ കൊണ്ടുവച്ചിരുന്നു, സോമരാജൻ്റെ അഴിമതി അവസാനിപ്പിക്കുക, അഴിമതി അവസാനിപ്പിക്കുക, പിന്നെ ഈ പാവങ്ങളെ പീഡിപ്പിക്കരുത്. ഇവിടെ കൊണ്ട് അടുത്ത പുരയിടത്തിലാച്ചു നമ്മുടെ. അപ്പോൾ എൻ്റെ പ്രവർത്തകരെല്ലാം കൂടെ പറഞ്ഞ് ഈ ബോർഡ് എടുക്കാൻ പോവാൻ ഞങ്ങൾ ഒരു താറ്റി കൊണ്ടുകളയും. ഞാൻ അവരെല്ലാം വിളിച്ചു പറഞ്ഞ് നമ്മളത് കാണുക, ആസ്വദിക്കുക. നിങ്ങൾ സെക്യൂരിറ്റിക്കാർ ശ്രദ്ധിച്ചോണം, ആരെങ്കിലും ഇവിടെ വന്നിട്ട് ഈ ബോർഡ് വായിച്ചിട്ട് തിരിച്ചു പോന്നോ എന്ന് പറയണമെന്ന്. അപ്പം നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ വാഹനങ്ങളിൽ വരും. ഇവരെല്ലാം ഈ ബോർഡ് നോക്കിയിട്ട് ചില എമ്മാർ എന്ത് ഇവിടെ നാട്ടുകാരന്മാർ എന്ത് സൈസ് ആളുകളാണ്. നാട്ടുകാരെ വഴി പറഞ്ഞ് നമ്മളെ സഹായിക്കേണ്ടവർ സഹായിച്ച് ഈ ബോർഡ് എടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല. 1 വർഷം അവിടെ ഇരുന്നു. ആണോ? 1 വർഷം ഇരുന്നിട്ട് മഴ പെയ്തിട്ട് ഈ അക്ഷരങ്ങളെല്ലാം അങ്ങ് പോയി. ഇത് ചുറ്റോടുള്ള ആൾക്കാരൊക്കെ കുറച്ച് പേര്. അപ്പോൾ ബോർഡ് പോയി അങ്ങനെ തന്നെത്താൻ കീറാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ കാണാം, ഒരു ദിവസം നേരം വിളിച്ചപ്പോൾ കാണുന്നില്ല. കാരണം ഇനി ഈ ആംഗ്ലേയറിലൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നു, അതുകൊണ്ടുകൂടെ വില കിട്ടും. അപ്പം ഞാൻ എൻ്റെ ഒരു നിലപാടെടുത്തത്, നമ്മൾ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഒരു ശത്രു നമ്മുടെ മുന്നിൽ വന്നാൽ അത് നമ്മൾ കറക്റ്റായിരിക്കുക. ശത്രു നമുക്കെതിരെ വന്നാൽ എന്തായാലും ഒരു അന്വേഷണം വരും, ആളുകൾ വരും, കാണും വരും. ഇവിടെ നല്ല ചിറ്റായിരിക്കണം, നമ്മുടെ രേഖകൾ റെക്കോർഡ് കറക്റ്റായിരിക്കണം, പിന്നെ നമ്മുടെ ഇൻമേറ്റ്സ് സന്തോഷമായിരിക്കണം, എല്ലാം ഹാപ്പി ആയിരിക്കണം. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചത്. പിന്നെ എന്നെ എതിർത്ത ഒരു ലേഡി ഉണ്ടായിരുന്നു, ഇവിടെ ഒരു സമിതിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം മഴയത്ത് അവരുടെ വീടിൻ്റെ ഒരു പോർഷൻ ഇടിഞ്ഞു വീണപ്പോൾ ആരുമില്ല അവരെ സഹായിക്കാൻ. ഞാൻ ഉടനെ നമ്മുടെ ഒരു പണിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു മേശനെയും മൈക്കാടുകാരനെയൊക്കെ വിളിച്ച് അതിന് വേണ്ട സിമെൻറ്റും കമ്പിയും കട്ടയൊക്കെ മേടിച്ച് അത് പോയി പണിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർക്കും പ്രയാസം വരുമ്പോൾ ഗാന്ധി ഭവൻ്റെ ആളിയല്ലേ അവരെ സഹായിക്കാൻ. അല്ല, ഇപ്പോഴത്തെ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഒരു പ്രശ്നമില്ല, കാരണം എല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞു. പിന്നെ ഇതിന് ലീഡറായിരുന്ന ഒരാളുണ്ട്. അയാളൊരു പാർട്ടി പ്രവർത്തകനാണ്, പക്ഷെ താഴെ നിൽക്കുന്ന ഒരാളാണ്. ഇയാൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് തിരിഞ്ഞു, വഴിയിലും കണ്ടാൽ തിരിഞ്ഞു പോകും. ഞാനൊരു കല്യാണ സ്ഥലത്ത് ചെന്നപ്പോൾ ഇയാൾ ഇങ്ങനെ നിൽക്കുന്നത് എന്നെ കണ്ടുകൊണ്ട് തിരിഞ്ഞു. ഞാൻ ചെന്ന് തോളയിലിങ്ങി കൈയിട്ട് അനിയ എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ച്. അപ്പം മാറിയിരിക്കുന്ന ആളിലൊക്കെ പറഞ്ഞു, ഈ സോമരാജൻ സാറിന് എന്തോ അവൻ്റെ തോളയിൽ പോയി കൈയിട്ടോ. ഈ കഥ അറിയാവുന്ന ആളല്ല. ഞാനിങ്ങനെ പിടിച്ചു നിന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ തട്ടിയിട്ട് അവൻ നടന്നങ്ങ് പോയി. അപ്പം അവർ പറഞ്ഞു, കണ്ടോ ഇവൻ എന്തൊരു മനുഷ്യനാടാ, ആ മനുഷ്യനെ ദ്രോഹിച്ചിട്ടും അങ്ങനെ അവൻ്റെ ചേർത്ത് പിടിച്ചിട്ടും തട്ടിപ്പോയി ഉണ്ടല്ലേ. ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള രസകരമായ അനുഭവമുണ്ട്. ഞാൻ ഈ ശത്രുത വയ്ക്കത്തില്ല. പിന്നെ നമ്മളെ ദ്രോഹിച്ച ആളുകളെ എനിക്ക് റിപ്പോർട്ട് കിട്ടും, കാണുമ്പോൾ എന്നോട് സ്നേഹം കാണിക്കും, അയാൾ നമുക്ക് പാര വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളെ ഞാൻ ഇങ്ങനെ വണ്ടിയിൽ പോവുകയാണെങ്കിൽ ദൂരെ നിന്ന് കാണുമ്പോൾ വണ്ടി കൊണ്ട് അടുത്ത് നിർത്തിയിട്ട് ഡോറ് നിന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിലങ്ങ് വിളിച്ച് കയറ്റും. എവിടെ പോവുക, അതിനടുത്ത് പോവുക, അത് ശരിക്കും അങ്ങോട്ട് കൊണ്ടുവിടാന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവിടും. അതൊരു നല്ല പോളിസി. അങ്ങനെ എനിക്ക് ഒത്തിരി അനുഭവമുണ്ട്. പിന്നെ അതെ, ഇവിടെ കുറേ നാശനഷ്ടം വരുത്തിയായിരുന്നു എനിക്ക്. നമ്മുടെ
ആ മതിലും വേലിയൊക്കെ ആ ഒരു രാത്രി കുറേ ആളുകളെല്ലാം കൂടെ പൊളിച്ച് പോലീസ് വന്ന് നമ്മളാരും കേസ് കൊടുത്തില്ല. ഉം. പോലീസ് മാസ്റ്റർ എഴുതി എടുത്തിട്ട് കേസങ്ങ് ചാർജ് ചെയ്ത്. ലീഡർ പറഞ്ഞു ആരും പോയി ജാമ്യം എടുക്കരുത്, ജാമ്യം എടുക്കേണ്ട ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞു. എടുത്തില്ല. 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഈ കേസ് ചാർജ് ചെയ്തിട്ട് കോടതി വാറണ്ട് അയച്ചു. 10-12 പേര് ഈ കേസിലെ പ്രതികളാണ്. അവരെ പിടിച്ചുകൊണ്ടിരാണ് എല്ലാം കൂടെ കരഞ്ഞു വിളിച്ച് അവിടെ വന്ന് അപ്പോൾ നമുക്ക് വേണ്ടിയില്ലേ കേസ് എടുത്തിരിക്കുന്നത് പോലീസ്. മനസ്സിലായി. ക്രൈം നടന്ന പോലീസ് അങ്ങനെ എടുക്കുമല്ലോ. ഒന്നുകൊണ്ടേ വിളിച്ചു. ഞാൻ എല്ലാവരെയും കൊണ്ട് അടുക്കള ഡൈനിങ് ഹാൾ കൊണ്ടിരുത്തി ആഹാരം കൊടുക്കാൻ പറഞ്ഞ ആഹാരം എല്ലാം കൊടുത്തു. കരിയമ്പഴേക്ക് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ് വേണ്ട, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം വന്ന് പറഞ്ഞ് ഞങ്ങൾ കേസിൽ പെട്ടു, നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ലീഗൽ അഡ്വൈസറെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവർക്കെല്ലാം ജാമ്യം എടുത്ത് കൊടുക്കണം. നമ്മളെ ഉപദ്രവിച്ചതിന് പോലീസ് കേസെടുത്തവർക്ക് നമ്മൾ വക്കീലിനെ വെച്ച് ജാമ്യം എടുത്തു. എനിക്ക് വയ്യ. അല്ല ഇത് എന്താണെന്നറിയോ, നമ്മുടെ നാട്ടില് ഒരു വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഒരു നല്ല കാര്യം ചെയ്താലും ഒരു നല്ല സ്ഥാപനം നടത്തിക്കൊണ്ടുപോയാലും അവിടെ എല്ലാം കുഴപ്പമുണ്ടാകും. ചേച്ചി ഞാനേ വലിയ കഷ്ടമാണ്. ഞാനൊരു 8 വർഷം മുമ്പ് വരെ ഞാൻ ചിലപ്പോഴും ആലോചിക്കും, ഈ പണിതെല്ലാം കൂടെ അഴിച്ചു പൊളിച്ച് സാറിൻ്റെ കെട്ടിടം, യൂസഫലി സാറിൻ്റെ കെട്ടിടം വന്നതിന് ശേഷം പിന്നെ ഞാനങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം അതിളക്കി കൊണ്ടുപോകാനൊക്കത്തില്ലല്ലോ. അതെ അതെ. ഇതെല്ലാം കൂടെ അഴിച്ചു ഇറക്കി അങ്ങ് ആര്യങ്കാവ്, ഇവിടുന്ന് ഒരു 35 കിലോമീറ്റർ ചെയ്യുന്ന ആര്യങ്കാവ് തമിഴ്നാടിൻ്റെ ആ തമിഴ്നാടിൻ്റെ സ്ഥലത്തോട്ടങ്ങനെ പോയി മാറ്റിയാലോ, ഇതെല്ലാം കൂടെ കൊണ്ട് അവിടെ അങ്ങ് തുടങ്ങിയാലോ ഒന്ന് ഒരു 100 തവണയെങ്കിലും ഞാൻ ആലോചിച്ചല്ലേ. പിന്നെ ആലോചിക്കണം, നമ്മുടെ കേരളത്തിൽ ഈ നമ്മളെന്തിനാ വിളിച്ചോടുന്നത്? അല്ല അതുകൊണ്ടുള്ള കുഴപ്പമാണ് സാർ, ഇവിടെ ഒരു സ്ഥാപനം ഇല്ല. ഇപ്പൊ എന്താന്ന് ഒന്നും നടക്കുന്നില്ലല്ലോ. ഇപ്പൊ എല്ലാവരും, പിന്നെ പണ്ടേ എനിക്ക് രാഷ്ട്രീയക്കാരോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഒരു രാഷ്ട്രീയ നേതൃത്വവും നമുക്ക് ദോഷകരമായി ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ചാര നിൽക്കുന്ന ഈ പാർട്ടിയുടെയൊക്കെ പറയാൻ നടക്കുന്ന ഒരാളുകളാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക. എല്ലാ ലീഡേഴ്സും മനസ്സിലാക്കുന്ന, എനിക്ക് അറിയാൻ കഴിയുന്ന ഏത് പാർട്ടിയിലും ഈ നല്ല കാര്യങ്ങളെ ഇങ്ങനെയുള്ളതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് കൂടുതലും കേരളത്തിൽ. അപ്പം അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. അല്ല നമ്മുടെ നാട്ടിൽ എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങൾ കാരണമാണ് ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇവിടെ ഒരു ഫാക്ടറി ഇല്ല, ഒന്നുമില്ല, എല്ലാം പൂട്ടിക്കും. അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ കുറേ പേര് അങ്ങനെയാകുന്നു.